എൻ്റെ പേര് എൻ പ്രേമചന്ദ്രൻ നായർ. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഈ മേഖലയിലേക്ക് വരുന്നത്, ജിം എന്നുള്ളതിൽ. കാരണം എൻ്റെ ബ്രദർ ഒരു 10 വർഷത്തോളം റെസ്ലിംഗ് സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പുള്ളിയാണ് എൻ്റെ റോൾ മോഡൽ. അങ്ങനെ ഞാൻ 17ാമത്തെ വയസ്സിൽ ജിമ്മിൽ ചെന്ന്, സെൻട്രൽ ജിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ പുറകിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ജിമ്മുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമായി പോയി ചേരുന്നത്. അവിടെ തുടക്കം ജിംനാസ്റ്റിക്സ്, അത് കഴിഞ്ഞിട്ട് ബോഡി ബിൽഡിങ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് എല്ലാ മേഖലയിലും ഞാൻ പങ്കെടുത്ത ഒരാളാണ്. ഇപ്പോൾ പവർ ലിഫ്റ്റിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് ടോട്ടൽ ബോഡിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ആരോഗ്യം ഇപ്പോഴും നിലനിൽക്കാൻ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് ചെയ്തു വന്നതുകൊണ്ട് മാത്രമാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്നും അവരുടെ യുവത്വം നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതെ, ഈ നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാം ഈ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം വഴിമുട്ടി എന്നുള്ള നിലയിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അവർക്കൊന്നും ചെയ്യാൻ വയ്യ, ക്ഷീണമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നിന്നും മാറി ഇതുപോലെയുള്ള ഈ ബോഡി ഫിറ്റ്നസ് കേന്ദ്രങ്ങളിൽ പോയിട്ട് എക്സർസൈസിൽ കൂടി നമ്മുടെ ജീവിതചര്യ രോഗങ്ങളും അതെല്ലാം മാറ്റിവെച്ച് ആരോഗ്യപരമായി ജീവിക്കാൻ ഏറ്റവും നല്ലത് ഞാൻ പറയുന്ന സ്പോർട്സ് ഐറ്റംസിൽ ഈ ജിമ്മാണ്. ശ്രീ പ്രേമചന്ദ്രൻ നായരോടൊപ്പമാണ് ഞാൻ നേരത്തെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. പവർ ലിഫ്റ്റിംഗിൽ 74ാമത്തെ വയസ്സിലും ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ തന്നെയാണോ സാർ പോകുന്ന ജിമ്മിലൊക്കെ എല്ലാവരും പറയുന്നത്? അങ്ങയുടെ ഈ പ്രായത്തിൽ ഉള്ള ഒരു ആൾ അവിടെ പവർ ലിഫ്റ്റിംഗിന് ചെല്ലുമ്പോൾ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ, ഈ യങ്സ്റ്റേഴ്സിന്, ജെൻസിക്കൊക്കെ എന്താ തോന്നുന്നത്? ഭയങ്കര മോട്ടിവേഷൻ. അവരെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? ചോദിക്കാറുണ്ട്. അവര് രഹസ്യമായിട്ട് വിളിക്കുന്ന പേരെന്താ? അങ്കിള് ചുള്ളൻ അങ്കിളെന്ന് വിളിക്കാറുണ്ടോ? ഉണ്ട്. ഈ പവർ ലിഫ്റ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങയുടെ ഒരു ബ്യൂട്ടി, നല്ല സുന്ദരനാണ് അദ്ദേഹത്തെ കാണാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങയുടെ ഈ ബ്യൂട്ടി നിലനിർത്തി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ശാരീരികമായി മൊത്തം ടോട്ടൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്തും കഴിക്കാം. പേടിക്കണ്ട. മരുന്നിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ്ട. നമുക്ക് ഒന്ന് ഓടാൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം അങ്ങ് വാഹനത്തിലായിരിക്കും, 4 വീലറിലായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാലും ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തി ഒരല്പം ദൂരം നിർത്തി ഓടിപ്പോയി കയറാൻ. ഞാൻ ഇന്ന് എന്റെ വർക്കൗട്ട് തുടങ്ങുന്ന അങ്ങനെയാണ്. ഞാൻ രാവിലെ ഒരു 20 മിനിറ്റ് ജോഗ് ചെയ്യും. ജോഗ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ കാർഡിയോയും ചെയ്യും, മറ്റേതും ചെയ്യും. അപ്പോൾ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള എല്ലാ മസിൽസിനെ ആക്റ്റീവ് ചെയ്ത് നിർത്തുക എന്നുള്ള ഒരൊറ്റ ഇതാണ്. അതൊന്ന് ഓടണോ ചാടണോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും 70 കഴിഞ്ഞ അല്ലെങ്കിൽ 60 കഴിഞ്ഞ ആൾക്കാരെ കാത്തിരിക്കുന്ന ആശുപത്രികൾക്ക് ഒരു അടിയാണല്ലേ? തീർച്ചയായും. അതെ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റോൾ മോഡലാണ്. നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതെ. ഈ മത്സരം എന്നുള്ളതല്ലാതെ ഞാൻ പറയുന്ന ഒരുവിധം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ദിവസം 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അത് വളരെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ശരീരം വേണം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എല്ലാവരും പറയും സമയമില്ല, എനിക്ക് സമയമില്ല. പക്ഷെ അത് വെറുതെ പറയാം. നമുക്ക് 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ ഓഫീസിൽ പോവാം, ജോലിക്കെല്ലാം പോവാം. അതൊരു 10 മണിക്കൂർ യാത്രാ സമയം എല്ലാം കൂടി ആയാൽ തന്നെ ബാക്കി 10 മണിക്കൂർ കിടക്കും. അതിൽ ഭക്ഷണം കഴിക്കാം, വിനോദത്തിന് എന്ത് വേണമെങ്കിലും, വീട്ടിലെ കാര്യങ്ങളിലെല്ലാം ഇടപെടാം. 1 മണിക്കൂർ ഇതിന് മാറ്റി വയ്ക്കാൻ പറ്റൂല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ എനിക്കും വളരെ ഒരു ഇൻസ്പിറേഷൻ ആവുന്നു. ഞാനും എൻ്റെ 50s കടന്നിരിക്കുകയാണ്. അപ്പം എനിക്കും ഇതൊരു ഇൻസ്പിറേഷനാണ്. ഞാനിതുവരെ പലരും എന്നോട് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ വലിയ മൂടൊന്നും കാണിക്കാതിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. നിങ്ങളിൽ പലർക്കും അദ്ദേഹം ഇൻസ്പിറേഷൻ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു.